നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ കോസ്മിക് വോയിസിന്റെ 5ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിന്റെ പരീക്ഷണമാണോ എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കഷ്ടതകളും വേദനകളും പ്രശ്നങ്ങളും വരുന്നത്? ഇവ എല്ലാം ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഈ വീഡിയോയിൽ ജീവിതത്തിലെ ദുരിതങ്ങൾ, വിശ്വാസം, പ്രാർത്ഥന, ആത്മീയ ശക്തി, മനുഷ്യന്റെ സഹനശക്തി എന്നിവയെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് പല ആളുകൾക്കും കഷ്ടതകൾ വരുന്നത്? പ്രശ്നങ്ങൾ മനുഷ്യനെ ശക്തനാക്കുമോ? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. കഠിന സമയങ്ങളിൽ ആത്മവിശ്വാസം എങ്ങനെ നിലനിർത്താം? ജീവിതത്തിൽ പ്രതീക്ഷയും ആത്മീയ ശക്തിയും നൽകുന്ന ഒരു ഡീപ് സ്പിരിച്വൽ ടോക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റിലൂടെ പങ്കുവയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ഇന്ന് ജീവിതത്തിലെ കഷ്ടതകൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സമയം വരും. എല്ലാം തകർന്നു പോകുന്ന പോലെ തോന്നുന്ന ഒരു സമയം. ആളുകൾ വിട്ടുപോകാം, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരാം, പ്രാർത്ഥനകൾക്ക് പോലും മറുപടി കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. ചിലപ്പോൾ നാം ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഷ്ടതകൾ മനുഷ്യരെ മാറ്റുകയാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവത്തിനെ ഫുള്ളായിട്ട് മാറ്റുകയാണ് കഷ്ടതകൾ വരുന്നത്. സന്തോഷം നമ്മളെ കുറച്ചു സമയം മാത്രം പഠിപ്പിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വേദനകൾ ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. പലരും വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യരെ പരീക്ഷിക്കുമെന്നാണ്. പക്ഷെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? തകർക്കാനല്ല, ശക്തരാക്കാനാണ്. ഒരു ഇരുമ്പ് ശക്തമാക്കാൻ അത് തീയിൽ ചൂടാക്കി, അതുപോലെ മനുഷ്യന്റെ മനസ്സും കഷ്ടതകളിലൂടെ ശക്തമാകും. ചരിത്രത്തിലെ പല മഹാന്മാരുടെ ജീവിതം നമ്മളിപ്പോൾ എടുത്തു നോക്കിയാലും അവർ വിജയിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളാണ്. പരാജയങ്ങൾ, അവഗണന, ഒറ്റപ്പെടൽ, വേദന. പക്ഷെ അവർ തകർന്നില്ല, കാരണം അവർ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെ അകറ്റും. ആ സമയത്ത് അത് ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലാകും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതെല്ലാം നടന്നതെന്ന്. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അർത്ഥം ഉടൻ മനസ്സിലാകണമെന്നില്ല നമുക്ക് എല്ലാവർക്കും. ചില ഉത്തരങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ. ഒരു കാര്യം സത്യമാണ്, കഷ്ടതകൾ വരുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ കൂടുതൽ ഓർക്കുന്നത്. സന്തോഷ സമയങ്ങളിൽ പലരും ദൈവത്തെ മറക്കാറാണ് പതിവ്. പക്ഷെ വേദനയിൽ മനുഷ്യന്റെ ഹൃദയം കൂടുതൽ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ കഷ്ടതകൾ മനുഷ്യനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നത് പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ല എന്നതല്ല. വിശ്വാസം എന്നത് പ്രശ്നങ്ങൾക്കിടയിലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുന്നതാണ്. ഇരുട്ട് എത്ര മാത്രം വലുതായാലും ശരി, ഒരു വെളിച്ചം എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ഫെയ്ത്ത്. ചില ആളുകളൊക്കെ അപ്പൊ ചോദിക്കാറുണ്ട്, നല്ല ആളുകൾക്കാണ് കൂടുതൽ കഷ്ടതകൾ വരുന്നത്, എന്തുകൊണ്ട്? അതിന് വ്യക്തമായ ഉത്തരവൊന്നും ആർക്കുമില്ല. പക്ഷെ ചിലപ്പോൾ ജീവിതത്തിലെ വലിയ ആത്മീയ വളർച്ചകളൊക്കെ ഉണ്ടാകുന്നത് ഒരുപാട് വേദനകളിൽ കൂടി തന്നെയാണ്. വേദന മനുഷ്യനെ കൂടുതൽ കരുണയുള്ളവനാക്കുകയും കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ പക്വത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ജീവിതത്തെ നമ്മുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് കാണുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ കാണുന്നതിലും വലുതായിരിക്കാം. ഇന്ന് ഒരു പരാജയമായി തോന്നുന്ന കാര്യം നാളെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറാം. അതിനാൽ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ തകർന്നു പോകരുത്. ചില യുദ്ധങ്ങൾ നമ്മളെ നശിപ്പിക്കാനല്ല വരുന്നത്, നമ്മളെ മാറ്റാൻ വേണ്ടിയാണ്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയണം. പ്രാർത്ഥന എല്ലായ്പ്പോഴും സാഹചര്യങ്ങൾ മാറ്റണമെന്നില്ല. പക്ഷെ ചില സമയത്തൊക്കെ പ്രാർത്ഥന മനുഷ്യന്റെ ഉള്ളിലെ ശക്തിയെ വർദ്ധിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ പ്രശ്നങ്ങൾ മാറില്ല, പക്ഷെ അതിനെ നേരിടാനുള്ള മനസ്സിന്റെ ശക്തി നമുക്ക് വളരും പ്രാർത്ഥനയിൽ. എന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിലെ ഓരോ കഷ്ടതയും ഓരോ പാഠമാണ്. ചിലത് സഹനം പഠിപ്പിക്കും, ചിലത് ആളുകളെ തിരിച്ചറിയാൻ സഹായിക്കും, ചിലത് നമ്മുടെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കി തരുവാനും നമുക്ക് സഹായിക്കും. അവസാനമായി പറയാനുള്ളത് ഇതാണ്, ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കഠിന സമയത്തിലൂടെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇരുണ്ട രാത്രികൾ ശാശ്വതമല്ല. ഓരോ രാത്രിക്ക് ശേഷവും ഒരു പ്രഭാതമുണ്ട്. അതിനാൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കും. ചിലപ്പോഴൊക്കെ ദൈവം വൈകാം, പക്ഷെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കൂടി അറിയിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ സ്പിരിച്വൽ ആൻഡ് മോട്ടിവേഷൻ ടോക്സും വീഡിയോസുമായി കോസ്മിക് വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, നന്ദി.